ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ദിനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് വൺ ഇന്ത്യ വൺ പെൻഷന്റെ അവകാശ ദിനമാണ്. അതായത് ഇന്ന് പതാക ഉയർത്തലും സത്യപ്രതിജ്ഞ ചെയ്യലും എല്ലാ ഡിസ്ട്രിക്റ്റിലും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാവരും സന്തോഷമായി ഈ ഒരു കാര്യം നിർവഹിക്കാൻ തയ്യാറായിരിക്കുകയാണ്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു 10,000 രൂപ പെൻഷൻ കിട്ടുകയാണെങ്കിൽ സത്യത്തിൽ എല്ലാ കുടുംബത്തിലും അത് ഒരു ഐശ്വര്യമുള്ളതാണ്. കാരണം അവരവർക്ക് അവരവരുടെ മെഡിസിന് കൂടാതെ തന്നെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ, മനസ്സിൽ തോന്നിയതൊക്കെ സ്വന്തം കാശ് കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി താല്പര്യമുണ്ടാവും. അതിൽ അവർ സന്തോഷിക്കും. ഇത് വെറുതെ അല്ല, നമ്മൾക്ക് അവകാശമുള്ള പൈസയാണ് നമ്മൾക്ക് ഗവൺമെന്റ് തരുന്നത്. മുലക്കുപ്പി മുതൽ, അതായത് നമ്മൾ 10-60 വയസ്സ് വരെ ഓരോ പേരൻസും നികുതി കൊടുക്കുന്നുണ്ട്. ആ പേരൻസിന് മക്കളുണ്ടായാൽ ആ മക്കൾ നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതി പണമാണ് ഗവൺമെന്റ്, ആ നികുതി പണമാണ് വോട്ട്. അല്ലാതെ വേറെ രാജ്യത്തിനോ ഒന്ന് സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഭരിക്കുകയല്ല ജനങ്ങൾ ചെയ്യുന്നത്. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളാണ്, എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നത്തെ പതാക ദിനം എല്ലാവരും വിജയിപ്പിക്കണം. കാരണം ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുണ്ട്, തുല്യനീതി, തുല്യ പെൻഷൻ, തുല്യ അവകാശം. നമ്മൾ കൊടുക്കുന്ന നികുതിയിൽ അതിൻ്റെ ഒരു ഭാഗം 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് തരികയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഇറങ്ങും, ജനങ്ങൾക്ക് ജോലി സാധ്യത കൂടും. കാരണം മാർക്കറ്റിംഗിൽ ഇറങ്ങുമ്പോഴാണ് തൊഴിലുകൾ വർദ്ധിക്കുന്നത്. അല്ലാതെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് തൊഴിലുകൾ വർദ്ധിക്കില്ല. ഇതിൽ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ആരെയും പഴിചാരുന്നില്ല. അവർ അതേപോലെ തന്നെ സർക്കാരിനെയും പഴിചാരുന്നില്ല. പക്ഷേ നിങ്ങളുടെ കണ്ണ് തുറക്കുക, നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിരവധി ആൾക്കാരും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാറില്ല. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് ജോലി കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ വിവിധ മേഖലകളിൽ ജോലി തരപ്പെടുത്തി അവർ ജോലി ചെയ്യുന്നു 60 55 വയസ്സ് വരെ. അപ്പോൾ എല്ലാവരും അവരെ അഭിനന്ദിക്കണം. കാരണം നമ്മൾക്ക് വർഷം വർഷം ലക്ഷക്കണക്കിന് ആൾക്കാർ, അതായത് വിദ്യാഭ്യാസപരമായിട്ടും അതേ തൊഴിൽപരമായിട്ടും ഉന്നത വിജയം കൈവരിച്ചവരും രംഗത്ത് വരുന്നുണ്ട്. ഓരോ വർഷവും അവർക്കൊന്നും ജോലി കൊടുക്കാൻ സർക്കാരിനാവില്ല. അപ്പോൾ അവരെ സ്വമേധയാ ജോലി കണ്ടുപിടിക്കുകയും ആ 10-60 വർഷം ആരെയും ഉപദ്രവിക്കാതെ അവരവരുടെ സ്വയം തൊഴിൽ കണ്ടെത്തി പോകുന്നവരെ നമ്മൾ എല്ലാവരും അഭിനന്ദിക്കുക വേണ്ടത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സ്നേഹത്തോടു കൂടി നമ്മളോട് സഹകരിക്കുക. നമ്മൾ ആർക്കും എതിരില്ല. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നവംബർ 1 വൺ ഇന്ത്യ വൺ പെൻഷൻ അവകാശ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലുകയാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്ന സമത്വം,
അനുകൂലമായ പെൻഷന്റെ കാര്യത്തിലും 60 കഴിഞ്ഞ എല്ലാവർക്കും കുറഞ്ഞത് 10,000 രൂപ നൽകി തുല്യനീതി നടപ്പാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ സാക്ഷാത്കാരത്തിനായി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ ആശയത്തോട് ചേർന്ന് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കതീതമായി ജനാധിപത്യപരമായി നിരന്തരം നിർഭയം ഞാൻ പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. JOIOP വൺ ഇന്ത്യ വൺ പെൻഷൻ വിജയിക്കട്ടെ.